നമസ്കാരം, ഞാൻ വൃന്ദ. എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാന്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ടീച്ചറിൻ്റെ വീട്ടിലാണ് കേട്ടോ, രാജമ്മ ടീച്ചറിൻ്റെ വീട്ടിലാണ്. നിങ്ങൾ നേരത്തെ പഴയ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ടീച്ചറുടെ കൃഷിയും കാഴ്ചകളും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നും ടീച്ചറുടെ കുറച്ച് കൃഷികളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചറുടെ ശീതകാല പച്ചക്കറിയുടെ വിളവ് ഏകദേശം തുടങ്ങി. അപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറോട് എന്നും ചോദിക്കും, ടീച്ചറെ ആയോ, വിളവെടുക്കാറായോ എന്നൊക്കെ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ടീച്ചർ പറഞ്ഞു ഇന്ന് പോരെ, ഇന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിന്ന് ആ കൃഷിയും കാഴ്ചകളും നമ്മുടെ വിളവെടുപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ കേട്ടോ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീച്ചർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ടീച്ചർ പറഞ്ഞോ, ടീച്ചറിൻ്റെ ഇത്തവണത്തെ കൃഷിയും കാര്യങ്ങളും എങ്ങനെ പോകുന്നു എന്നൂടെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന്, സുഹൃത്തുക്കളോടൊന്ന് പങ്കുവെച്ചാലോ എന്ന് പറഞ്ഞു. കൃഷികളിപ്പം അത് എല്ലാം വിളവെടുത്ത് കഴിഞ്ഞ് പയറുണ്ടായിരുന്നു, ഇഷ്ടം പോലെ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം പുതിയതായിട്ടൊക്കെ എല്ലാം നട്ട് കൃഷി അങ്ങ് തുടങ്ങിയേക്കുക. അതിൻ്റെ കൂടെ ശീതകാല പച്ചക്കറിയുടെ കാബേജും കോളിഫ്ലവറും ഒക്കെ, കാബേജും ആയി വരുന്നതും ഉണ്ട്, കോളിഫ്ലവർ എടുക്കാറായത് ഉണ്ട്, പിന്നെ വഴുതന, അമര, കുക്കുംബർ, നമുക്കൊരു താരം കൂടെ ഉണ്ട്, നമുക്ക് സുക്കിനി കൂടെ ഉണ്ട്. സുക്കിനി ഉണ്ട്, അത് തന്നെ ഒരു സുക്കിനി അങ്ങ് ഉണ്ട്, 2 മൂടുണ്ട്. അതും എല്ലാം കാഴ്ച വന്നിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം നല്ല രീതി. ഇത് ഒരുപാടൊന്നും പ്രയാസപ്പെട്ടൊന്നും കാര്യമില്ല. പക്ഷെ കാലിൻ്റെ ഒരു അവശത കാരണം ഓടി നടന്ന് ചെയ്യാൻ വയ്യാന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഞാൻ നല്ല രീതിയിൽ മുളകൊക്കെ ശരിക്കും മുളക് ഒരു 10-20 മൂടോളം ഉണ്ട്, 20 കൂടുതലുണ്ട് ഇല്ലേ. തക്കാളി അത്യാവശ്യം തക്കാളിയെല്ലാം പറിച്ചു കഴിഞ്ഞ് പിന്നെ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറുതക്കാളിയാണ്, ഈ ഒരു മൂട. ഒരു മണിത്തക്കാളി അതങ്ങ് പോയി, ഇതാണ് ചെറുത്, അതൊക്കെ പോയി. ടീച്ചറിന്റെ കാലിന് ചെറിയ വിഷമങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാട്ടോ നമ്മളിങ്ങനെ ടീച്ചർ വീഡിയോ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. കൂടുതലായിട്ട് നിൽക്കാൻ ടീച്ചർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ശാരീരിക പ്രശ്നങ്ങളെ ഒക്കെ അവഗണിച്ചിട്ടാണ് ടീച്ചർ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നുന്നു എപ്പോഴും ടീച്ചറുടെ ഈ ഒരു മുകളിലോട്ട് വന്ന് കാണും. വഴുതനം നല്ല പൂക്കാറായി ഇങ്ങനെ വരുന്നുണ്ട്. അടുത്ത ട്രിപ്പ് മൊത്തം ഭയങ്കര ഇതുകൊണ്ടില്ല, അതൊക്കെ മുഴുവനും വലിയ വഴുതനം ആയി മാറ്റി വെച്ചേക്കും. അതേ കായുണ്ട്. പിന്നെ വെണ്ട ഇപ്പൊ വെണ്ട നട്ടിട്ടുണ്ട്. അവിടെ ചുമന്ന വെണ്ട അവിടെ നട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം ഉണ്ട്, എല്ലാ കൃഷിയുണ്ട്. ടീച്ചറുടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ടീച്ചർ കുറച്ച് ക്യാബേജ്, കോളിഫ്ലവർ, നമ്മുടെ വയലറ്റ് ക്യാബേജും ഒക്കെ വെച്ചിട്ടുണ്ട്. കുറേ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം കൊടുക്കുകയെന്നുള്ളതും ടീച്ചർ വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും അല്ല, നമ്മൾ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ല ചെയ്യുന്നത്. ഇത് ടീച്ചറിന്റെ ഒരു മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ ടീച്ചർ പറയും ഞാൻ ഇരുന്ന് പോകും അശ്വതി എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപണികളാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പം ടീച്ചർ ഇനിയും നല്ല ആരോഗ്യ ആയുസ്സോടുകൂടി ഇനിയും മുന്നോട്ട് കുറേ വർഷങ്ങൾ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് ഇതുപോലെ കാണാനൊരു അവസരം കൂടി ഉണ്ടാക്കി തരണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് കോളിഫ്ലവറും കൂടി നമുക്കൊന്ന് വിളവെടുക്കാം. അപ്പൊ ആദ്യത്തെ വിളവെടുപ്പ് ഞാൻ ചെയ്യണോ അതോ ടീച്ചർ തന്നെ ചെയ്തോ? ടീച്ചർ തന്നെ ചെയ്തോ? വേണ്ട, ആദ്യത്തെ ആ കൈ കൊണ്ട് ആദ്യം ടീച്ചർ ഇച്ചിരി മുകളിലോട്ട് വെച്ച് എടുക്കണോ? പറ്റുമോ? തവണത്തെ ആദ്യത്തെ വിളവെടുപ്പാട്ടോ കോളിഫ്ലവറിന്റെ ആദ്യത്തെ വിളവെടുപ്പ് ടീച്ചർ എടുത്തു. ബാക്കി ഞാൻ എടുക്കണോ? എടുക്കാനോ? ടീച്ചർ ഒന്ന് പിടിക്കാമോ? ഇനി ഏതാ ഇതും കൂടെ എടുക്കാം അല്ലേ? നമുക്കൊരു 2-3 എണ്ണം എടുക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല ഗ്രോത്തോടു കൂടിയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിന് നല്ല ടേസ്റ്റും ആയിരിക്കും അല്ലേ ടീച്ചറെ? സന്തോഷം മുഖത്ത് കാണാനുണ്ട് കേട്ടോ ടീച്ചറുടെ. അതെ കൊള്ളാം. ബൊക്കെ പോലെ ഉണ്ട്. രാവിലെ വൈകിട്ടും എല്ലാം എനിക്ക് ഇതേ കാണണം. രാവിലെ എണീറ്റ ഉടനെ കൂടി വരും. അതെടുക്കാം. അത് മേപ്പോട്ടിടണോ? ഇല്ലയോ? പ്രത്യേകത. അതിന്റെ പ്രത്യേകത കാണിക്കും. പറ നോക്കി, ഒരെണ്ണത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്, മുകളിലോട്ട് നിൽക്കുന്നത് അല്ലേ. നല്ല രസമുണ്ട്.
അത് വലുതായി. ഇപ്പൊ തൽക്കാലം ഇത് മതി അല്ലേ? അത് ഇതിലോട്ട് പോയി. നമുക്കിപ്പോ ആവശ്യത്തിനുള്ള ഒരു ഭംഗിയില്ലയോ? ഇത് കാണാൻ ഇത് കണ്ടോ, ഇതിന്റെ ഒരു പ്രത്യേകത കണ്ടോ, നിറച്ചൊരു പൂവ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്റെ മുകളിലോട്ടൊരു പൂവ് എല്ലാം കൂടെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഇതൊക്കെ അങ്ങോട്ട് കണ്ടപ്പോൾ അയ്യോ ഇനിയും നടേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടൊന്നുമില്ല. സമയത്ത് ഇച്ചിരി വളം കൊടുത്തു എന്നുള്ളത് മാത്രമേ. ഇനിയിപ്പോ നമുക്ക് അടുത്ത ട്രിപ്പ് നമുക്ക് ക്യാബേജ് വിളവാവാറായി അല്ലേ? രണ്ടാഴ്ച കഴിയുമ്പോൾ ഉണ്ടാവും ക്യാബേജിന്റെ വിളവും. അതിന്റെ എല്ലാം ഇടുപോലെ ക്യാബേജും ഇത് വയലറ്റ് ക്യാബേജും ഒക്കെ ധാരാളം ടീച്ചർ ഇത്തവണ ഇത് കണ്ടോ, ഇത് വലുതായി വരുക എല്ലാം. ക്യാബേജ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ക്യാബേജ് ആയി കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് റബ്ബറൊക്കെ ഇട്ട് ഒന്ന് കൂട്ടി പിടിക്കുമ്പോൾ ചെറിയ നാരൊക്കെ വെച്ചിട്ടൊന്ന് നല്ലതാവും. ഇങ്ങനെ അത് നല്ല ഷേപ്പിൽ കിട്ടും, ഷേപ്പിൽ വലുതാവും, കുറച്ചുകൂടെ വലുതാവും. ഇത് വിളവായിട്ടുണ്ടോ? പിച്ചാറ് എന്നാലും വലുത് നോക്കി പിച്ചാർ. ഇത് കുറച്ചുകൂടെ പിഞ്ചാ ടീച്ചറെ? പിഞ്ചാ, ഇച്ചിരി വലുതാവും. ഇച്ചിരി ഒന്ന് ആവട്ടെ അല്ലേ? ഇച്ചിരി വലുതാവും. പിന്നെ എൻ്റെ ഒരു ജയകുമാർ എന്നും പറഞ്ഞൊരു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് തൃശ്ശൂർ അടുത്ത്. അയ്യോ ഇതുപോലെ ബേബി പിന്നെ പടവലം വെച്ചു നിറച്ച് എനിക്ക് ഫോട്ടോ ഇട്ടേക്കുന്നു, ഞാൻ കാണിക്കാം. നല്ല മാത്രല്ല കേട്ടോ, നമ്മൾ ഇനിയും ടീച്ചർ ഒരു പോർഷനിൽ സുക്കിനി ചെയ്തിട്ടുണ്ട്. അപ്പൊ സുക്കിനി കൂടെ സുക്കിനി വിളവൊക്കെ എടുത്തു, എന്നാലും ഇതിപ്പോ കുറച്ച് ചെറിയ സുക്കിനികളായി തുടങ്ങിയിട്ടുണ്ട്. പയ്യെ ടീച്ചർ നടന്നാൽ മതി കേട്ടോ. അങ്ങനെ സുക്കിനി ഒന്ന് കാണിച്ചു. ഇതാണ് കേട്ടോ സുക്കിനി, ഇതാണ്. അപ്പൊ നമ്മുടെ കാലാവസ്ഥയിൽ സുക്കിനി പിടിക്കത്തില്ലെന്നാണ് പലരും പറയാറുള്ളത്. കുക്കുംബറിന്റെ ഒരു ടേസ്റ്റ് ഉള്ളതാണ് അല്ലേ? കുക്കുംബറിന്റെ ഒരു ടേസ്റ്റ് സിമിലാരിറ്റി ഉള്ളതാണ് സുക്കിനി. നമുക്ക് നല്ല വിറ്റാമിൻസ്, നല്ലപോലെ ധാതുക്കളും വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ്. ഈ ഒരു പോർഷനിൽ കുറച്ച് വെണ്ട ഇട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന് പിച്ചേ തരാം. അതിന്റെ ബാക്കി അവിടെ പിച്ചയെ വെച്ചേക്കുന്നുണ്ടോ? അപ്പുറത്ത് നമുക്ക് കുറച്ച് തക്കാളി ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വലുതനും എല്ലാം പൂത്ത് വരുക, നല്ല പിടിക്കാൻ തുടങ്ങാറാവുന്നുണ്ട്. ഇതെല്ലാം പുതിയതായിട്ടുള്ള പുതിയ ബാച്ചാ അല്ലേ? പുതിയ ആൾക്കാരാണ്. ഇത് കൊത്തമര ഇഷ്ടം പോലെ ധാരാളം പൂത്ത് കൊത്തമര ഒത്തിരി നിൽപ്പുണ്ടല്ലേ? ഉണ്ട്. അത് മോളെടുത്തില്ലായിരുന്നോ? ഇല്ല, ഇതിൽ അത്യാവശ്യം പറിക്കാനുള്ളതൊക്കെ ഉണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുന്ന, വിളവെടുക്കാൻ പറ്റുന്ന കൊത്തമര ഉണ്ട്. ഇതാണ് കൊത്തമര, ഇതാണ് കേട്ടോ. ഒത്തിരി ഉണ്ട്. ഇതാണ് അവിടെ അത്യാവശ്യം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ വളരെ നമുക്കൊരു കീടശല്യവും ഇല്ലാതെ നമുക്ക് യഥേഷ്ടം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് കേട്ടോ. ഈ പാവൽ ഒരുപാട് പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിപ്പോ അങ്ങ് പോവാ, തീരാറായിരുന്നു. ഇവിടെ ടീച്ചർ കുറച്ച് മുളക് വെച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്, ഒത്തിരി ഉണ്ട്. കുക്കുംബർ ഏതാ കിടക്കുന്നത്? നമ്മൾ സ്നോ വൈറ്റ് ആണോ ഇത്തവണ ഇട്ടിരിക്കുന്നത്? ഇതേലത്തെ പച്ചമുളക് പിച്ച് കിട്ടിയത് മുമ്പേ എടുത്ത് വെച്ചത്. പിന്നെ ഇത് വേറെ മുളകാണ്, പിടിച്ചു വരുന്നേ ഉള്ളൂ. ഇത് കുമ്പളമൊക്കെ കേറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ കുമ്പളം കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ എടുത്തപ്പോഴും ഒത്തിരി പിച്ചതാ. ഇവിടെല്ലാം വലുതായിരുന്നു. ഇവിടെ എല്ലാം താഴെ ഉണ്ടായിരുന്നില്ലേ? താഴെ ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ വന്നത് എന്റെ പൂവും കായുമായിട്ടാണ് കിളിച്ചു വന്നത്. അതാണ് ഈ കുക്കുംബറിന്റെ ഒരു പ്രത്യേകത. ഇത് കാണുമ്പോ തന്നെ നമുക്കൊരു എനർജിയാ, ഭയങ്കര സന്തോഷമാണ് നമുക്ക്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതും നമുക്ക് നന്നായിട്ട് കിട്ടും. കുറച്ച് വെണ്ട ഉണ്ട് ആ ഭാഗത്ത്. ഇത് വേറെ അമരയാ. ഇത് കുറ്റി അമരയാണോ? ഇല്ല, നമ്മുടെ സാമ്പാർ അമരയാണോ തോന്നുന്നു. ഇത് സാമ്പാർ അമരയല്ലേ? പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പൂത്ത് കുറെ പൂവങ്ങ് പിച്ച് കളഞ്ഞു, ഇന്ന് വളർന്നില്ലല്ലോ. ഒന്ന് മണ്ട നുള്ളി ഇട്ടിരുന്ന അതാ സാമ്പാർ അമര പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥയിൽ എന്തും പിടിക്കും. പിടിക്കും. എനിക്ക് ഒത്തിരി പിടിച്ചായിരുന്നു. അമരയ്ക്ക പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് അത് ഇച്ചിരി ഒന്ന് വളരട്ടെന്ന് വിചാരിച്ചു. ചെറുതക്കാളിയാ കേട്ടോ. ഈ ചെറുതക്കാളി ഈ വളത്തിന് നല്ല വളമായതുകൊണ്ട് വലുതാവുന്നുണ്ട്, ഇച്ചിരി വലുതാവുന്നുണ്ട്. പക്ഷെ ഇത്രേ കാണാറുള്ളൂ സാധാരണ ഇതുപോലെ.
ഇത് നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർക്ക് നന്നായിട്ട് ചെറുതക്കാളി മണിത്തക്കാളിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് കയറി വരുന്ന സ്റ്റെയറിന്റെ ഒരു പോർഷൻ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറഞ്ഞതിന്റെ ഒരു മുഴുവനും വലിയ തക്കാളിയാണ്. നമ്മൾ പറിച്ചതിന്റെ ബാലൻസ് വന്ന തക്കാളി അതിന്റെ ഇലയെല്ലാം ഞാൻ മുറിച്ച് കളക്കുന്നു. ഇത് ഇത് വേണ്ട. ഇതൊരു മൂട് ടീച്ചർ വെച്ചിരിക്കുന്ന ബജിമുളക് കേട്ടോ. ഈ ഒരു ബജിമുളക് വേറെ കുറച്ച് ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് അടുത്ത ബാച്ച് വെണ്ടകള് അല്ലേ വിളവിനായിട്ട് റെഡി ആയി നിൽക്കുക. അപ്പൊ ഇതൊക്കെ കുറച്ച് നമുക്കിപ്പോ എടുക്കാം. നമ്മൾ നേരത്തെ അപ്പുറത്ത് നിന്ന് കുറച്ച് വെണ്ട എടുത്തായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമാണ്. ഇത് നമ്മളെ കൊണ്ട് ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഒത്തിരി പിച്ചി പോയി, അതുകൊണ്ടാ. അതില് ഇതൊക്കെ മൂത്ത് പോത്തില്ലയോ, 2 ദിവസം കഴിഞ്ഞ് പോയാൽ അങ്ങ് മൂത്ത് പോകും. ഇത് ടീച്ചറുടെ ഒരു 2 മൂട് തണ്ണിമത്തനാട്ടോ ഇത്തവണ കയറ്റി വിട്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണ തണ്ണിമത്തൻ പെട്ടെന്നാവട്ടെ അല്ലേ. മൂത്തില്ലേ വേണ്ടക്ക്? ചെറിയ രീതിയിലൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് കറക്റ്റ് സമയത്ത് നമ്മൾ വിളവെടുക്കാത്ത എടുക്കണം. അത് ഞാൻ ഒത്തിരി പിച്ചായിരുന്നു കാണിച്ചു തരാം കേട്ടോ. നല്ല പിഞ്ച് വെണ്ടക്കയാണ്. നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റുന്നതൊക്കെ നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. അപ്പുറത്തെ ഒരു ബാച്ച് നമ്മൾ തക്കാളി ധാരാളം പറിച്ചു കിട്ടോ. ഇത്തവണ നമ്മൾ ഇപ്പം നമ്മൾ കുറേ തക്കാളി പറിച്ചു. ഇതിപ്പോൾ അടുത്ത ബാച്ച് തക്കാളി ടീച്ചർ എപ്പോഴും ടീച്ചറിൽ ഒരു 10 മൂട് തക്കാളി ഓരോ ബാച്ച് കഴിയുമ്പോൾ അടുത്ത ബാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കും. കാരണം അവിടെ പൂക്കൾ കുറഞ്ഞ് വിളവ് കഴിയുമ്പം അടുത്ത പൂക്കൾക്കായിട്ട് കാത്തിരിക്കുന്നവരാണ്, വിളവിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നവരാണ്. ഇപ്പോൾ ദാണ്ട ഇതിലെല്ലാം തക്കാളി വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ബാച്ച് ഇപ്പോൾ ഓരോ സൈഡിലും അടുത്ത പുതിയ പുതിയ ബാച്ചുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് ടീച്ചറുടെ ഒരു ഞാൻ എപ്പോഴും നോക്കും, ടീച്ചർക്ക് ഒരു മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. എപ്പോഴും ടീച്ചർ ഒന്ന് കഴിയുമ്പോൾ ടീച്ചർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ടാവും. ഏത് സമയത്ത് നോക്കിയാലും എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കാണും എപ്പോഴും അല്ലേ. അപ്പോൾ ഒന്നുമില്ല എന്ന് ടീച്ചർ പറയുന്നത് ഞാൻ കാണാറേ ഇല്ല. വെണ്ട കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെണ്ട വെച്ചേക്കുന്നു ഉണ്ടോ, ഞങ്ങൾ പറിച്ചു വന്നപ്പോഴത്തേക്കിനല്ലയോ വിളവെടുത്ത് വന്നപ്പോഴത്തേക്കിനും ഒരു മുറം നിറയായി നമുക്ക്. 4 കോളിഫ്ലവറും കുറച്ച് വെണ്ടയും തക്കാളിയും ഒക്കെ ആയിട്ട് അപ്പോഴത്തേക്കിനും നമുക്ക് അത്യാവശ്യം ഒരു മുറം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു വീട്ടാവശ്യത്തിനുള്ളതിനപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സന്തോഷമായിട്ടോ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ടീച്ചർക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പോലും. ടീച്ചറുടെ കാലിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം അവഗണിച്ചിട്ട് ഇത്രത്തോളം ചെയ്ത് നമ്മളുടെ മുന്നിൽ കാണിച്ചു. അപ്പം നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചാൽ ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ടെറസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസിലോ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് വിളവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കൃഷിയും കാഴ്ചകളും ടീച്ചറുടെ വിശേഷങ്ങളും എല്ലാവരും കേട്ടല്ലോ അല്ലേ. ടീച്ചർക്ക് എന്താ പറയാനുള്ളത് ഇന്നത്തെ കൃഷിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ? എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ പ്രായവും എൻ്റെ വയ്യാഴിയും വെച്ച് ഞാൻ ചെയ്യുന്നതാണിത്. എനിക്ക് ഹെൽപ്പിനൊന്നും, പിന്നെ ഒരു ശകലം വെള്ളം ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒഴിച്ചു തരുമെങ്കിലും ഇതെല്ലാം ചെയ്യുന്നതും ഇതിൻ്റെ വളപ്രയോഗവും ഇതിൻ്റെ കീടങ്ങളെ അകറ്റുന്നതും. എൻ്റെ ചെടിക്കൊന്നും കീടങ്ങൾ വലുതായിട്ടൊന്നുമില്ല. പിന്നെ എല്ലാം നല്ല ജൈവ രീതിയിലാണ്. ഇവിടെ നിന്ന് തന്നെ പറിച്ച് വിളവെടുത്ത് ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ പറ്റും. തക്കാളിയൊക്കെ നമ്മൾ ചിലപ്പോൾ ക്ഷീണം വന്ന 2 തക്കാളി, പിന്നെ ഇപ്പൊ ആ നട്ടേക്കുന്ന അതേ സാധനം, അത് സുക്കിനി, അതെ സുക്കിനി ഞാൻ തിന്നതാ ഇവിടെ നിന്ന് വിറ്റ്. എനിക്കത് കണ്ടപ്പോൾ ഒത്തിരി ആഗ്രഹം. കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, നമ്മൾ നട്ടാലും ഉണ്ടാവില്ല എന്ന് വെച്ച് അതൊക്കെ ഭയങ്കര ഒത്തിരി ഉണ്ടായിരുന്നു. നമുക്ക് ഇതിലും കൂടുതൽ നടണം, അത് സുക്കിനി നടണം. അതുപോലെ വഴുതനമൊക്കെ വലുതെല്ലാം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചെറുതെല്ലാം നട്ടു തുടങ്ങി, എല്ലാം പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തും നട്ട് നമ്മുടെ കൃഷി വലുതാക്കാൻ പറ്റും. വലുതാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ദിവസവും പറിക്കാം. നമ്മുടെ ദിവസവും പച്ചക്കറി വിഷമില്ലാത്ത ഇന്ന് നമുക്ക് നല്ല പച്ചക്കറി നമുക്ക് പറിച്ച്. ഇന്ന് കഴിഞ്ഞ ദിവസം ചീരയൊക്കെ കണക്കിന് ചീര ഞാൻ എല്ലാം ഇതിൻ്റെയൊക്കെ മൂട്ടി ചീരയുണ്ട്, അതെല്ലാം ഞാൻ മുറിച്ച് 1-2 പേർക്ക് കൊടുക്കുകയും ചെയ്തു, ഞാനും കഴിച്ചു. ഇനി ഇന്നുകൊണ്ട് ചീര കിളിച്ച് നിൽപ്പുണ്ടല്ലോ അവിടെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഞാൻ എന്നും എല്ലാവരോടെയും പറയും, എനിക്ക് നിങ്ങൾ കൃഷി ചെയ്ത് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് വേണേലും പറഞ്ഞു തരുകയും ചെയ്യാം, വരികയും ചെയ്യാം എന്നൊക്കെ ഞാൻ ഞങ്ങളുടെ 27-ാം വാർഡിലെ നമ്മുടെ വാർഡിൽ പറയാറുണ്ട്. എല്ലാവരുടെയും പറയാറുണ്ട്. അയൽക്കൂട്ടം കൂടുമ്പോൾ അവരോട് ഞാൻ പറയും, നിങ്ങളെല്ലാം ഇത് തുടങ്ങാം, നമുക്കിതെല്ലാം നല്ലതായിട്ട് പോകാം. എനിക്ക് പക്ഷേ ഇപ്പോൾ ഒരുപാട് പരിമിതി ഉള്ളതുകൊണ്ട്
ഒത്തിരി പറ്റുന്നില്ല. എന്നാലും ഞാൻ ഇതൊരു ടീച്ചറുടെ ഒരു വൻ വിജയമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതെ ഞാനിത് എല്ലാരെയും വിളിച്ച് വാർഡില് ഏറ്റവും നല്ലൊരു രീതിയിൽ ടീച്ചർ തന്നെയാണ് കൃഷി ചെയ്യാറുണ്ട്. നമുക്കിതൊരു വലിയ സന്തോഷമാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ കൃഷിയും കാഴ്ചകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ മാക്സിമം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും ടീച്ചറെ ഞങ്ങളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.